ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പലർക്കും ഒരു സംശയമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അവരുടെ കൈവശമുള്ള ചില ഭൂമികൾ കച്ചവടമാകാതെ കിടക്കുകയാണ്. അവക്ക് പ്രായോഗികമായി വിലയില്ലാതായിരിക്കുന്നു. അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടും വാങ്ങാൻ ആരെയും കിട്ടുന്നില്ല. അത്തരം ഭൂമികളുടെ സക്കാത്ത് എങ്ങനെ നൽകണം? ഞങ്ങൾ പറയുന്നത്, ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നു, മറ്റേതെങ്കിലും സ്വത്തുക്കളോ പണമോ അവൻ്റെ കൈവശമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഭൂമിയുടെ സക്കാത്ത് നൽകണം. എന്നാൽ ഈ കച്ചവടമാകാത്ത ഭൂമി മാത്രമാണ് അവൻ്റെ കൈവശമുള്ളതെങ്കിൽ അതിൻ്റെ 40-ൽ ഒരു ഭാഗം ഭൂമിയിൽ നിന്ന് തന്നെ ദരിദ്രർക്ക് നൽകാം. അങ്ങനെ നൽകിയ ഭൂമി അവർക്ക് പ്രയോജനപ്പെടുന്ന സ്ഥലത്താണെങ്കിൽ. അത് സാധ്യമല്ലെങ്കിൽ ഓരോ വർഷവും സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തി വെക്കണം. പിന്നീട് ഭൂമി വിറ്റഴിയുമ്പോൾ ആ സക്കാത്ത് നൽകണം. ഇത്തരം ഭൂമികളെ പണം തിരികെ നൽകാൻ കഴിയാത്ത ഒരു ദരിദ്രൻ്റെ മേലുള്ള കടത്തോട് ഉപമിക്കാം. അത്തരം കടത്തിന് കടം തിരികെ ലഭിക്കുന്നതുവരെ സക്കാത്ത് നിർബന്ധമല്ല. ശരിയായ അഭിപ്രായമനുസരിച്ച് ഒരു ദരിദ്രനും കടം തിരിച്ചടക്കാൻ കഴിയാത്തവനുമായ വ്യക്തിയിൽ നിന്ന് പിന്നീട് കടം ലഭിച്ചാൽ ആ കടം പല വർഷങ്ങളായി കുടിശ്ശികയായിരുന്നാലും ഒരു വർഷത്തിൻ്റെ സക്കാത്ത് മാത്രം നൽകുന്നതാണ്. അതിനാൽ വാങ്ങാൻ ആരുമില്ലാതെ കച്ചവടമാകാതെ കിടക്കുന്ന ഇത്തരം ഭൂമികളെക്കുറിച്ചും പറയാം. അവ വിറ്റഴിയുന്ന വർഷത്തിനായി മാത്രം ഒരു വർഷത്തിൻ്റെ സക്കാത്ത് നൽകിയാൽ മതിയെന്ന് പറയാവുന്നതാണ്. കാരണം ഇതാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലയുടെ അഭിപ്രായം അദ്ദേഹം പറയാണ്, എന്നാൽ കൂടുതൽ സുരക്ഷിതവും മുൻകരുതലുള്ളതുമായ നിലപാട് ഭൂമി വിറ്റഴിയുമ്പോൾ കഴിഞ്ഞ എല്ലാ വർഷങ്ങളുടെയും സക്കാത്ത് നൽകുക എന്നതാണ്. കാരണം ഭൂമി ഇപ്പോഴും അവൻ്റെ ഉടമസ്ഥതയിലും കൈവശവുമാണ്. എന്നാൽ ദരിദ്രൻ്റെ മേലുള്ള കടം അവൻ്റെ കൈവശമല്ല, അതൊരു കടബാധ്യത മാത്രമാണ്. അതിനാലാണ് രണ്ടിനും ഇടയിൽ വ്യത്യാസമുള്ളത്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കുറേ വർഷങ്ങളിങ്ങനെ വിൽക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഭൂമി വിൽക്കാതെ പോയി, കച്ചവടമൊന്നും ആയില്ല, പിന്നെ വിറ്റാൽ ആ ഒരു വർഷത്തെ സക്കാത്ത് കൊടുത്താൽ മതി എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണ്, അത് സൂക്ഷ്മതക്ക് എല്ലാ വർഷവും അതിൻ്റെ കണക്ക് വെച്ചിട്ട് കൊടുക്കുന്നതാണ് സൂക്ഷ്മത. കാരണം ഇതൊരു കടബാധ്യതയായിട്ടാണ് ഉപമിക്കുന്നത്. കാരണം ഒരാൾക്ക് കടം കൊടുത്ത ഒരാൾ ദരിദ്രനാണ്, അയാൾക്ക് കടം തിരിച്ചു തരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു തരുമ്പോൾ ആ ഒരു കൊല്ലത്തെ സക്കാത്ത് കൊടുത്താൽ മതി. അദ്ദേഹം കുറേ കൊല്ലം കടം തിരിച്ചു തരാതെ കുറേ വർഷം കഴിഞ്ഞാണ് കടം തിരിച്ചു തന്നതെങ്കിൽ അദ്ദേഹം കടം തിരിച്ചു തരുമ്പം ആ ഒരു കൊല്ലത്തെ സക്കാത്ത് മാത്രം കൊടുത്താൽ മതി, എല്ലാ വർഷത്തെയും കൊടുക്കേണ്ടതില്ല. അതുപോലെയാണ് ഭൂമിൻ്റെ കാര്യം. പക്ഷേ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് സൂക്ഷ്മതക്ക്. കാരണം ഒരു കടക്കാരൻ ഒരാൾക്ക് കടം കൊടുത്താൽ ആ പണം നമ്മുടെ ഉടമസ്ഥതയിലില്ല. പക്ഷെ ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഉടമസ്ഥതയിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സക്കാത്ത് എല്ലാ വർഷവും കൊടുക്കുന്നതാണ് സൂക്ഷ്മത എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെ അഭിപ്രായം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ വർഷവും കൊടുക്കേണ്ടതില്ല. എപ്പോഴാണോ ആ ഭൂമി വിൽക്കപ്പെടുന്നത് ആ സമയത്ത് ഒരു വർഷത്തെ സക്കാത്ത് മാത്രം കൊടുത്താൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയുടെ കിതാബുൽ ഫിഖ്ഹിൽ ഇബാദാത്ത് എന്ന ഗ്രന്ഥത്തിലാണ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.